ഹലോ ഗൈസ്, വെൽക്കം ടു ദ എക്സ്പ്ലോറിസം. നമ്മളിപ്പോൾ ഹംപിയിലാണുള്ളത്. ഇതിപ്പോൾ നമ്മുടെ ഹംപി വീഡിയോയുടെ 4ാമത്തെ പാർട്ടാണ്. അപ്പോൾ 1ാമത്തെ 2ാമത്തെ 3ാമത്തെ പാർട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കംപ്ലീറ്റ് ട്രാവൽ ഗൈഡ് കിട്ടും. ഹംപിയിൽ എങ്ങനെ ബഡ്ജറ്റായി ട്രാവൽ ചെയ്യാമെന്നുള്ളതിൻ്റെ കുറേ കാര്യങ്ങൾ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഹംപിയിൽ ട്രാവൽ ചെയ്യുന്നത് സൈക്കിളിലാണ്. സൈക്കിൾ റെൻ്റ് എടുത്തിട്ടാണ് നമ്മൾ ട്രാവൽ ചെയ്യുന്നത്. നമുക്ക് വളരെ ബഡ്ജറ്റായിട്ട് ഈസി ആയിട്ട് ഈ സൈക്കിളിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും ഹംപി. എലഫൻറ്റ് ടാങ്കാണ്, ആനകൾക്ക് വെള്ളം കൊടുക്കാണ്ട്. 2000 ലിറ്റർ വെള്ളം ഇതിൽ കൊള്ളും. 12 മീറ്റർ ലെങ്ത്ത്. ഇതാണ് സാധനം, ആനകൾക്ക് വെള്ളം കുടിക്കാനുള്ള സംഭവം. ഇതിലേക്ക് വെള്ളം നിറക്കുന്ന സെറ്റപ്പൊക്കെ ഇവിടെ നിന്ന് കാണാം. പൈപ്പ് പോലെ ചെറിയ ഹോൾ ഇവിടെ ഉണ്ട്. ഇത്രയും വലിയൊരു സാധനം ആനകൾക്ക് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടായിരുന്നതാണ്. ഇന്നിവിടെ ആരും കൊടുത്തിട്ടില്ല, ഇവിടെ തന്നെ ഉള്ള സംഭവം കേട്ടോ. അത് ഇവിടെ ആയിരിക്കും ആനകൾ വന്നിട്ട്. എനിക്ക് തോന്നുന്നു ആനകൾ അവിടെ കയറി നിന്നിട്ട് ഇവിടുന്ന് വെള്ളം കുടിക്കലാവും മിക്കവാറും. അങ്ങനെ ആവാനാണ് സാധ്യത. ഇതെന്തോ ഒരു സംഭവമാണ്. ഈ സാധനം ഒറ്റ കല്ലുണ്ടാക്കിയൊരു സാധനം കേട്ടോ. ഒറ്റ കല്ലിൽ ഉണ്ടാക്കിയെടുത്തൊരു സാധനം. ആലോചിച്ച് നോക്ക്, ഇത്രയും വലിയ 12 മീറ്റർ ലെങ്ത്തുള്ള സാധനം. അതായത് ഈ ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇത് ആനകൾക്ക് നമ്മളിപ്പോൾ അവിടെ കണ്ട കുടിക്കാനുള്ള വെള്ളത്തിനുള്ള ടാങ്കാണ്. ടാങ്കിലേക്ക് വെള്ളം നിറക്കാനും ഇതിലേക്കുള്ള ഫ്രഷ് വാട്ടർ മാറ്റാനുള്ള ഒരു സംഭവമായിരുന്നു. അതായത് ഇതിലേക്ക് വെള്ളം കൊടുന്ന് നിറക്കും, എന്നിട്ടത് എന്ത് ചെയ്യും, ആ ഒരു ടാങ്കിലേക്ക് നിറക്കും. അങ്ങനെ സംഭവമായിരുന്നു. ഇതിൽ ഫ്രഷ് വാട്ടർ ഇതിലായിട്ടുണ്ട്. അതിലുള്ള വെള്ളം മാറ്റിയിട്ട് പുതിയ വെള്ളം നിറക്കണം എന്നുണ്ടെങ്കിൽ ഇതിന് വെള്ളം നിറക്കും. അങ്ങനത്തെ സെറ്റപ്പ്. ഒരു സാമ്രാജ്യമായിരുന്നു ഇത്. സാമ്രാജ്യം. ഹംപി ഈസ് ആൻ എക്സ്പ്ലോറിങ് പാരഡൈസ്. ഇറ്റ്സ് റിയൽ വേൾഡ്. ഒരു കാലമായിരുന്നു ഇത്. അത്രയും ജനങ്ങളും രാജാക്കന്മാരും സിസ്റ്റമൊക്കെ ഉണ്ടായിരുന്നൊരു സ്ഥലം. ഹിമാലിൻ്റെ അടുത്ത് തന്നെയാണ് ഒരു മ്യൂസിയം ഉണ്ട് ഇവിടെ, ഹംപീൻ്റെ. ഇവിടെ ഈ മ്യൂസിയത്തിൽ ഇങ്ങനെ ഓരോരോ പല ശില്പങ്ങൾ ഇങ്ങനെ കൊത്തിവെച്ചിട്ടുണ്ട്. ഇവിടെ ക്ഷേത്രത്തിലും രാജാക്കന്മാരൊക്കെ യൂസ് ചെയ്തിരുന്നു. ചിലതിന് തല കാര്യങ്ങളും ഇത് ഫുള്ളായിട്ടൊന്നുമില്ല, പക്ഷെ അത് കുട്ടികളൊക്കെ ഉണ്ട്. പക്ഷെ ഇതുവരെ കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്ത് കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, ഒരുപാട് നന്ദി എന്ന് അതിന് പറയാൻ തോന്നുന്നു ഇവരുടെ ഒരു സംഭവത്തിന്. ഇതൊക്കെ ഒരു സംഭവമായിരുന്നു കേട്ടോ. ഓക്കെ, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ആർക്കിയോളജി മ്യൂസിയം. എന്തോ ഒരു കൊത്തിവെച്ച സംഭവമാണ്, എന്തോ ഒരു ലിപി പോലത്തെ സംഭവമാട്ടോ അത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഹംപിയിലേക്ക് എത്തുമ്പോണ്ടല്ലോ, നമുക്ക് ഈ ഒരു സ്ഥലം ശരിക്കും നമുക്കൊരു റോയൽ ഫീല് വരും. ഇതുകൊണ്ട് ഇതെന്തോ അമ്മമാർക്ക് എന്താ സംഭവം കേട്ടോ, അലക്കാനുള്ള നമുക്ക് റോയൽ ഫീല് കിട്ടും ഈ ഹംപിയിലേക്ക് വരുമ്പോൾ. നമ്മളും ആ ഒരു കാലത്ത് ജീവിക്കുന്നതായിട്ട് തോന്നും. സത്യം പറഞ്ഞാൽ എനിക്ക് ഈ ചരിത്ര സ്ഥലങ്ങളൊന്നും സന്ദർശിക്കാൻ വലിയ ഇൻട്രസ്റ്റ് ഉള്ള ആളൊന്നുമില്ല, പക്ഷേ ചരിത്രം തന്നെയാണെന്നുള്ളത് നമുക്ക് ഇവിടെ എത്തുമ്പോൾ ആണ് മനസ്സിലാവുന്നത്. കാരണം നമ്മൾ അതിൻ്റെ ഒരു ഭാഗമാണെന്ന് തോന്നിപ്പോവും. അറിയില്ല പറഞ്ഞാൽ ലോട്ടസ് മഹലിലൊക്കെ കയറിയപ്പം എനിക്ക് ശരിക്കും ഫീൽ ചെയ്തത് ഞാൻ അവിടുത്തെ ആ ഒരു കാലഘട്ടത്തിൽ ജീവിച്ച പോലെയാണ്. അതായത് പക്ക ലക്ഷറി എന്താണ് എന്നുള്ളത് നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റും. അന്നത്തെ കാലത്തുള്ള മാക്സിമം അൾട്രാ ലക്ഷറി എന്തായിരുന്നു എന്നൊക്കെ ലോട്ടസ് മഹൽ സന്ദർശിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. സൈക്കിൾ ഇവിടെ തന്നെ ഉണ്ട്. ഇനി നമുക്ക് തിരിച്ച് സൈക്കിൾ എടുത്തിട്ട് അടുത്ത് നമ്മൾ വിസിറ്റ് ചെയ്യാൻ പോകുന്നത് ക്യൂൻസ് ബാത്താണ്. ഓക്കെ, നമ്മൾ ഈ ഒരു വഴി കണ്ടോ, നമ്മൾ രാവിലെ വന്ന വഴിയാണിത്. ഈ വഴി നമ്മൾ ഹംപി ബസ് സ്റ്റാൻഡിൽ നിന്ന് നമ്മൾ അങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് വന്ന് ലാസ്റ്റ് ഇവിടെ ഫസ്റ്റ് നമ്മൾ വരേണ്ട സ്ഥലം, ഹംപിയിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് വരേണ്ടത് ലോട്ടസ് മഹലാണ്. അത് ഈ വഴി വന്നിട്ട് നേരെ ഇടത്തോട്ടാണ് ലോട്ടസ് മഹലും അതേപോലെ ആ ആനകളെ നിർത്തുന്ന സ്ഥലം, ആ സംഭവങ്ങളൊക്കെ കണ്ടത് അവിടെയാണ്. ഇവിടെയാണ് ഫസ്റ്റ് വരുന്നത്. ഹംപിയിലേക്ക് ഫസ്റ്റ് വരുമ്പോൾ നമ്മൾ ബസ്സിൽ വന്ന് ഇറങ്ങി പിന്നെ നമ്മൾ നേരെ എന്ത് ചെയ്യുക, അവിടെ അടുത്തുള്ള അമ്പലം ഒന്നും കാണാതെ നേരെ ഫസ്റ്റ് നമ്മൾ ലോട്ടസ് മഹൽ അതേപോലെ എലഫൻറ്റ് ആനകൾ നിർത്തുന്ന സ്ഥലം, അങ്ങനത്തെ രാജ്ഞിമാര കൊട്ടാരം, അങ്ങനത്തെ സംഭവങ്ങൾ കാണാൻ വേണ്ടി വരിക ഫസ്റ്റ്. പിന്നെ അതിന് ശേഷം അവിടുന്ന് നേരെ തിരിച്ചു വന്നിട്ട് നേരെ പിന്നെ എന്ത് ചെയ്യുക, ഇവിടെ ഈ ഒരു വഴി കണ്ടോ, ഇതാണ് ഇവിടുത്തെ നമ്മൾ നേരത്തെ കണ്ട ഒരു എന്താ പറയുക എന്തൊരു സംഭവം ഉണ്ടല്ലോ, ഒരു പേര് പറഞ്ഞിട്ട് ആ ഒരു പേരുള്ള, അതായത് പണ്ടത്തെ ആൾക്കാർ കച്ചവടം സംഭവങ്ങളൊക്കെ നടത്തി പാൻ ബസാർ കച്ചവടം കാര്യങ്ങളൊക്കെ നടത്തിയിരുന്ന സ്ഥലം ഇതാണ്.
അതേപോലെ കൂടുതൽ ആൾക്കാരും താമസിച്ചിരുന്നത് ഈ ഒരു ഏരിയയിലായിരുന്നു. പിന്നെ അതിൻ്റെ ഉള്ളിലേക്കാണ് നമ്മളെ മറ്റേ രാജാവിൻ്റെ കിങ്സ് ഓഡിയൻസ് ഹാൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നേരത്തെ കണ്ട സ്ഥലങ്ങളൊക്കെ അവിടെ ഉള്ളത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് നേരെ ഇങ്ങോട്ടാണ് വന്നത്. നേരെ ആദ്യം എനിക്ക് ലോട്ടസ് മൈൽ പോയിട്ട് പിന്നെ നമുക്ക് ഈ വഴിക്ക് അങ്ങനെ നേരെ പോയി കഴിഞ്ഞാൽ സൈക്കിളും കൊണ്ടൊക്കെ വരുന്നതിന് പ്രത്യേകിച്ച് ഈ റൂട്ടിൽ നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ക്വീൻസ് ബാത്ത് അങ്ങനെ സംഭവങ്ങളൊക്കെ കണ്ടിട്ട് പിന്നെ നമുക്ക് നേരെ ഹംപിയിലേക്കാണ് തിരിച്ചെത്തുന്ന രീതിയിൽ. ഒരു 6 കിലോമീറ്ററാണ് ഹംപിയിലേക്ക് ഉള്ളത്. ആ വഴിയാണ് പോകേണ്ടത്. നമുക്ക് ഇനി ആ വഴിക്ക് പോയി നോക്കാം. അങ്ങ് ദൂരെ കാണുന്ന അതാണ് രാജാക്കന്മാരൊക്കെ കയറി നിന്ന് ഒരു ഓഡിയൻസ് ഹാളൊക്കെ കണ്ടില്ല, നേരത്തെ കണ്ട ആ ഒരു സംഭവമാണ്. അതിലൂടെ വരുന്നൊരു റോഡ് കണ്ട, ആ റോഡ് ഇങ്ങനെ വന്ന് നേരെ ഇവിടെ വരും. എന്നിട്ട് അത് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ നേരെ പോയാലാണ് നമുക്ക് നമ്മളെ ക്വീൻസ് ബാത്ത് അതേപോലെ ഇനി ഹംപി ടൗണിലേക്കുള്ള ഇവിടെ നിന്ന് 6 കിലോമീറ്റർ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഓക്കെ, നമുക്ക് പോയി നോക്കാം. അപ്പോൾ നമ്മൾ സൈക്കിൾ നമ്മളിവിടെ പാർക്ക് ചെയ്തു. നമ്മളിനി ക്വീൻസ് ബാത്ത് കാണാൻ പോകണം. ക്വീൻസ് ബാത്ത് കാണാൻ പോവാണ്. ഇവിടെ ഉണ്ട് ക്വീൻസ് ബാത്തിൻ്റെ ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ. ഇതിൽ പറയുന്നത് 1.8 മീറ്ററാണ് ഇതിൻ്റെ ഇതുണ്ടായിരുന്നത്. പിന്നെ ഇതിൻ്റെ പൊസിഷനും കാര്യങ്ങളൊക്കെ ഒരു സൗത്ത് ഈസ്റ്റ് ഏരിയയിലേക്ക് ഫോക്കസ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ കുറേ കാര്യങ്ങൾ ഇതിൽ പറയുന്നത്. ഇതിൻ്റെ ഹിസ്റ്ററിയാണ്. ക്വീൻസ് ബാത്തിൻ്റെ ഇവിടെ ചുറ്റും കണ്ടോ, എനിക്ക് തോന്നുന്നു വെള്ളം നിറക്കാൻ വേണ്ടിയിട്ടാണോ അതിന് വേറെ ആരും വരാതിരിക്കാൻ വേണ്ടിയിട്ടൊന്നും അറിയില്ല. ഒരു സംഭവമുണ്ട്, അതിനുള്ളിലൊക്കെ ആൾക്കാർ കയറിയിട്ടുണ്ട്. അങ്ങനെ കേരള വഴി നമുക്ക് നോക്കാം. ഇതൊക്കെ ഉണ്ടോ, അതിനുള്ളിലൂടെ അങ്ങനെ പുറത്തേക്ക് ഒരു കവാടം പോലെ സംഭവമൊക്കെ ഉണ്ടായിരിക്കും. ചെറിയൊരു ജനവാതിലും കാര്യങ്ങളൊക്കെ. അതിൻ്റെ പർപ്പസ് എന്താണെന്ന് അറിയാം. ആരെങ്കിലും വരുന്നുണ്ടോ അവർ കാണാനോ അങ്ങനെ എന്തിനായിരിക്കും തോന്നുന്നുണ്ട്, അറിയില്ല. ഓക്കെ, ഇതിലൂടെയാണ് ഇതിൻ്റെ വഴി. ഉള്ളിലേക്കുള്ള എൻട്രൻസ് ഇതിലൂടെയാണ്. ഈ ഒരു വ്യൂ ആണ് ഇതിവിടെ നിന്ന് കാണാനുള്ളത്. കണ്ടോ, അത്യാവശ്യം നല്ല ഒരു വലുപ്പമുള്ളൊരു കുളം തന്നെയാണിത്. ഇവിടെ ആയിരുന്നു ക്വീൻസ് ബാത്ത്. എനിക്ക് തോന്നുന്നു ഇവിടെ എല്ലാ സ്ത്രീകളും കുളിച്ചിരുന്ന സ്ഥലം. നമ്മൾ പണ്ടത്തെ ഒരു കുളക്കടവുമായിരിക്കും സംഭവമൊക്കെ തോന്നുന്നത്. സ്ത്രീകൾക്ക് കുളിക്കാനുള്ള സെറ്റപ്പ് അന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഉണ്ടാക്കിയെടുത്താണ് സംശയമുണ്ട്. കാരണം രാജ്ഞികൾക്ക് കുളിക്കാനുള്ള സംഭവം നമ്മളപ്പുറത്ത് വേറെ കണ്ടല്ലോ, അതവിടെ ഉണ്ടായിരുന്നു. ഇത് എന്താണ് കറക്റ്റ് എനിക്കറിയില്ല. ക്വീൻസ് ബാത്ത് എന്നാണ് ഇതിൽ അറിയപ്പെടുന്നത്, പേരിലാണ് അറിയപ്പെടുന്നത്. ഓക്കെ, നല്ല ഫോട്ടോഗ്രാഫിയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയ ഒരു സംഭവമുള്ള സ്ഥലമാട്ടത്. ഇനി ചുറ്റും ഇങ്ങനെ നടക്കാം. ചിലപ്പോൾ ഇതിലൂടെയൊക്കെ ആയിരിക്കും ചിലപ്പോൾ മെയിൻ എൻട്രൻസ് ഇതിലല്ല, കാരണം ഇവിടെ ഒരു കുഴിയാണ്. നമ്മൾ വന്ന വഴി തന്നെ മെയിൻ എൻട്രൻസ് തോന്നുന്നു. അപ്പോൾ ആൾക്കാർ ഫോട്ടോഗ്രാഫി ഒക്കെ ചെയ്യുന്നുണ്ട്. അതിനുള്ളിൽ ഒരു സ്ട്രക്ചറൊക്കെ ഉണ്ടോ, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ സംഭവം ഇതാണ്, അതായത് ഇതിൻ്റെ ചുറ്റും വെള്ളം നിറക്കും. നമ്മൾ പുറത്ത് കണ്ടില്ലേ, ചുറ്റും വെള്ളമാണ്. വെള്ളം നിറച്ചിട്ട് വെള്ളം നിറച്ചിട്ട് ഇതിലൂടെ അങ്ങനെ ഒഴുകി വരും. ഇത് ഒഴുകിയിട്ട് ഇതിലേക്ക് ഇങ്ങനെ കുളത്തിലേക്ക് വെള്ളം നിറക്കുന്ന സെറ്റപ്പാണ്. കണ്ടോ, എത്ര ലിറ്റർ വെള്ളം കൊള്ളില്ല ഇതിനുള്ളിൽ, അത്രയും വലിപ്പമുള്ള 1.8 അടിയാണ് ഇതിൻ്റെ ആയെന്ന് പറഞ്ഞത്. പിന്നെ അവിടെ ഇതേപോലെ സ്റ്റെപ്പും കാര്യങ്ങളും അവിടെ ഉണ്ട്. പിന്നെ അവിടെ എല്ലാവർക്കും ഇരിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട് തോന്നുന്നു. ഇരിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഈ ഫുള്ളായിട്ട് വെള്ളം നിറക്കുമെന്ന് നമുക്കറിയില്ല. അവിടെ ഒരു സ്റ്റെപ്പ് പോലെ സംഭവം അവിടെ കാണുന്നുണ്ട്. പിന്നെ പുറത്തേക്ക് വെള്ളം ഒഴുകാനുള്ളൊരു ചെറിയ ഹോളുണ്ട്, അത് ഉണ്ടാക്കിയതാണ് അതില്ല. അതേപോലെ ഇവിടെ എന്തൊക്കെയോ തൂണും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ കുഴി പോലെ സംഭവം സെറ്റാക്കിയിട്ടുണ്ട്. 4 തൂണുണ്ടായിരുന്നു തോന്നുന്നു. ഇവിടെ ഒരു സംഭവം ഇവിടെ ഉണ്ടായിരുന്നു തോന്നുന്നു, കാരണം 4 സംഭവം അവിടെ ഉണ്ട്. ക്വീൻസ് ബാത്തിൽ നിന്ന് പുറത്തിറങ്ങി. ഇപ്പോൾ വെയിൽ അത്യാവശ്യം നല്ല വെയിലുണ്ട്. കുറേ നേരമായിട്ട് വെയിൽ കൊണ്ട് നടക്കുന്നതാണ്. അപ്പോൾ ഇന്നലെയൊക്കെ ഇവിടെ മഴ ഉണ്ടായിരുന്നു പറഞ്ഞിട്ടത്. മഴ പെയ്തിക്കുമ്പോൾ കോട്ടോ അല്ലെങ്കിൽ കുടയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനൊരു വൈബായിരിക്കും വേറെ കൂടെ. അങ്ങനെ ക്ലൈമറ്റാണ്. ഒരുപാട് സ്കൂൾ കുട്ടികളെ കൊണ്ട് കാണാൻ വന്നിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ സ്കൂൾ കുട്ടികളെ കൊണ്ടുവന്നിട്ടുണ്ട് സ്കൂളിൽ നിന്ന് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിനി ഇവിടുന്ന് സൈക്കിൾ എടുത്തിട്ട് നേരെ ഹംപി ടൗണിലേക്ക് പോകും. അപ്പോൾ കംപ്ലീറ്റ് ക്വീൻസ് ബാത്തും എല്ലാ സംഭവങ്ങളും ഇവിടെ നമ്മൾ കണ്ടു. നമ്മൾ തിരിച്ചിവിടെ മെയിൻ റോഡിലേക്ക് വന്നിട്ടുണ്ട്. ഇനി മെയിൻ റോഡിൽ നിന്ന് നമുക്ക് നേരെ ഇറങ്ങിയിട്ട് ലെഫ്റ്റിലോട്ടാണ്, അങ്ങോട്ടാണ് പോകേണ്ടത്. അതെനിക്കൊന്ന് വേറെ ഏതൊരു ടൗണിലേക്കാണ് സംശയമുണ്ട്. ആ റോഡ് നമുക്ക് ഈ റൂട്ടിലാണ് പോകേണ്ടത്. ഓക്കെ, പോയി നോക്കാം. ഇവിടെ ഒരു 2 ടെമ്പിളുണ്ട്. അതേപോലെ ഒക്ടഗണൽ വാട്ടർ പവലിയൻ ഉണ്ട്. ഇതിൻ്റെ ഉള്ളിലാണ്. ഇവിടെ ഒരു സർക്കിൾ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് ലെഫ്റ്റിലോട്ട് നമുക്ക് പോകേണ്ടത്. നമ്മൾ അടുത്തത് മറ്റേ 50 രൂപേൻ്റെ നോട്ടിലുള്ള ഒറ്റ കല്ലിൽ തീർത്ത ഒരു രഥം ഉണ്ടല്ലോ, അത് കാണാനാണ് പോകുന്നത്.
അപ്പോൾ ഇവിടുത്തെ ആളുകളെ സ്വഭാവം പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞു വീണ്ടും വീണ്ടും പറയേണ്ട കാര്യം. കാരണം വളരെ നല്ല മനുഷ്യന്മാർ. അതായത് ഒരു ടൂറിസ്റ്റിനോട് എങ്ങനെ പെരുമാറേണ്ടതെന്ന് ഇവർക്ക് നല്ലതായിട്ട് അറിയാം. കാരണം ഞാനിപ്പോൾ അവിടെ നേരത്തെ ഒരു വഴി ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞത് നീ എന്തായാലും തീർച്ചയായും കാണേണ്ട സ്ഥലമാണിത്. കാരണം അത്രയും നല്ല സ്ഥലമാണ്. 50 രൂപേൻ്റെ അതിലുള്ള ഒറ്റ വേണ്ട. അതേപോലെ വേറെ കുറേ ആൾക്കാർ വരുന്നുണ്ട്. ഒരു സംഭവം ഇവിടെ ഒരു പെട്രോൾ പമ്പ് ഉണ്ട് കേട്ടോ. ഭാരത് പെട്രോളിയത്തിൻ്റെ പമ്പുണ്ട് ഇവിടെ. ഡീസലിന് 92 രൂപയുള്ളൂ ഇവിടെ. പെട്രോളിന് നമ്മുടെ നാട്ടിലെക്കാട്ടും 2 രൂപ കുറവ്, 104 രൂപയുള്ളൂ. എന്തോ ഒരു സംഭവമാണ്, മലക്ക് പോകുന്ന അങ്ങനെ എന്തോ ഒരു സംഭവം തോന്നുന്നുണ്ട് കണ്ടിട്ട്. എല്ലാവരും ഓറഞ്ച് ഡ്രസ്സാണ് തോന്നുന്നു. ആചാരങ്ങളാണ്. ഒരു പള്ളിമാർക്കൊക്കെ സെറ്റപ്പാണ്. ഇവിടെ ഒരു ആളുണ്ട്, ഒരു ഷാഹിദ് എന്ന് പറഞ്ഞിട്ടൊരു ആളുണ്ട്. ഒരു ഇവിടെ വന്ന് ഇവിടെ ഒരു കടയിൽ ചായ അടിക്കാൻ വേണ്ടി നിർത്തിയതാണ്. ഈ റോഡിലൂടെ നമ്മൾ വന്നത്. നമുക്ക് പോകേണ്ടത് അങ്ങോട്ടാണ്. ഇവിടെ നിന്നൊരു മൊത്തം 3 കിലോമീറ്ററാണ്. ഇപ്പോൾ ഒരു കിലോമീറ്റർ കൂടിഞ്ഞ് 2 കിലോമീറ്റർ കൂടിയുണ്ട് സൈക്കിൾ. ഇപ്പം നല്ല വെയിലായിട്ടുണ്ട്. അപ്പോൾ ഒരു ഇളനീയും കഴിക്കാൻ, ഒരു ചായയും കുടിക്കാൻ വിചാരിച്ചു. ഓക്കെ, ചെറിയൊരു കട, ഒരു നുറുക്കും ചായയും കുടിക്കാൻ വിചാരിച്ചു. ഒരു പേരക്ക കഴിക്കാൻ വിചാരിച്ചു. ഇതെങ്ങനെ അതിനുള്ളിൽ നിറച്ച് ഇവിടെ ഒരു ഡോഗുണ്ട്. ചേച്ചീൻ്റെ അടുത്ത് ആരില്ല. ഞാൻ വന്നപ്പോൾ ഫുൾ തിരക്കായി. അവിടെ ആൾക്കാർ വന്ന് ഫുള്ള് നല്ല ആളായി. ഞാൻ വന്ന കച്ചവടം നടക്കുന്നില്ല അതിൻ്റെ ഇടയിലാണ്. അടിപൊളി. പോന്ന് വിറ്റാല ടെമ്പിളിലേക്ക് ഇടത്തോട്ടാണ്. നേരെ പോയാലാണ് വേറെ അനേഗുണ്ടി എന്ന സ്ഥലത്തിലേക്കാണ് ആ വഴി. പക്ഷെ നമുക്ക് പോകേണ്ടത് ഈ വഴിയാണ്. വിറ്റാല ടെമ്പിളിലേക്ക് ഒരു 2.5 കിലോമീറ്റർ കൂടി. ഓക്കെ, ഇതുപോലത്തെ ആൾക്കാർ കുറേ വഴിയിൽ പോകും ഇവിടെ. ഇതുപോലത്തെ ഷെയർ ടാക്സി പോലത്തെ സംഭവമാണ്. ഇവിടെ ആരും ഹെൽമെറ്റ് വെക്കുന്നത് ശ്രദ്ധിച്ചില്ല. ആർക്കും ഹെൽമെറ്റും നിർബന്ധമില്ല ഇവിടെ. അങ്ങനെ കുറേ മെച്ചങ്ങളുണ്ട് ഹംപിയിലേക്ക് വരികയാണെങ്കിൽ. അങ്ങ് ദൂരെ കണ്ട, അവിടെ അങ്ങ് ദൂരെ കാണുന്നതാണ് നമ്മൾ നേരത്തെ ലോട്ടസ് മഹലിലൊക്കെ പോയപ്പം രാജ്ഞിൻ്റെ കൊട്ടാരത്തിൽ നിന്ന് ആരെങ്കിലും വരുന്നത് കാണാൻ പറ്റും. മൊത്തത്തിലുള്ളൊരു വാച്ച് ടവർ സെറ്റപ്പില്ലേ, അതാണത്. ആ മലയാണ്. അതിൻ്റെ മേലിലേക്ക് പോകാൻ കുറച്ച് വഴി തിരഞ്ഞിട്ട് പോകണം. പക്ഷേ കുറച്ച് നടക്കാനുണ്ട് തോന്നുന്നു. അതേപോലെ അതിൻ്റെ അപ്പുറത്തും ഇതിൻ്റെ അപ്പുറത്ത് വേറൊരു മലയുണ്ട്. അത് ഇതേമാതിരി ഈ ഒരു കല്ലുകളൊക്കെ നിൽക്കുന്നതുണ്ട്. ഒരു പ്രത്യേക ഷേപ്പിലേക്കാണ് നിൽക്കുന്നത്. അതായത് ഒന്നിൻ്റെ മേലെ കൊണ്ടുവച്ചതുപോലെയൊക്കെയാണ്. കൊണ്ടുവച്ചതാണെന്നും അറിയില്ല. പക്ഷേ ഇതൊരു വേറെ ലെവലായിട്ടുള്ളൊരു സംഭവമാണ്. ഇനി അത് ശത്രുക്കളൊക്കെ വരുന്നുണ്ടെങ്കിൽ അത് അവരുടെ തലയിലേക്ക് തള്ളിയിടാൻ അങ്ങനെയൊക്കെ വെച്ചതാണെന്ന് അറിയില്ല. പക്ഷേ അതൊരു സംഭവമാണ്. ഇതിലൂടെ കയറി പോകണം. പക്ഷേ ഈവനിങ്ങിൽ അല്ലെങ്കിൽ ഏർലി മോർണിംഗിലൊക്കെയാണ് പറ്റുള്ളൂ. അപ്പോൾ നല്ല വെയിലാണ്, അതാണ്. ഓക്കെ, ഇതുപോലുള്ള ഒരുപാട് ശില്പങ്ങളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ടാ. അങ്ങനത്തെ ഈ അമ്മി സാധനങ്ങളൊക്കെ മേടിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് മേടിച്ചിട്ട് പോകാം. ഇതിന് 300, ഇതിന് 400 പറയുന്നത്. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞൊരു മല ഉണ്ടല്ലോ, വാച്ച് ടവർ പോലത്തെ സംഭവം. അങ്ങ് ദൂരെ കാണുന്നുണ്ടോ, അത് വാച്ച് ടവറാണ്. ഇതുണ്ട് കുറേ കല്ലുകൾ പാറിൻ്റെ മേലെ കയറ്റി വെച്ചിട്ടുള്ള സംഭവം. വേറെ പ്രത്യേക നിർമ്മിതി കേട്ടോ അതൊക്കെ. അതേപോലെ കുറേ സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. ഇങ്ങനത്തെ വാച്ച് ടവർ ഒരുപാട് ഹില്ലുകൾ ഇവിടെ ഉണ്ട്. ഈ ഒരു സൈഡിലുണ്ട്. പിന്നെ നമുക്കിനി പോകേണ്ട വഴി വഴിയാണ്. നമ്മൾ വന്നത് ഇങ്ങോട്ടാണ്. ഇവിടെ കണ്ടോ, അവിടെ ഒരു മല ഉണ്ട്. ആ ഒരു ഭാഗത്താണ് നമ്മളെ ടെമ്പിൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരുന്നത്, കൊട്ടാരം സംഭവങ്ങളൊക്കെ അവിടെ. അതിൻ്റെ മേലെ അതൊരു വാച്ച് ടവറാണ്. ഇവിടെ ഉണ്ട് വലിയ പാറയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ക സൈലൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ കേട്ടോ, ഒരു മനുഷ്യല്ല. ഇവിടെ എന്തൊക്കെ നിർമ്മിതികളും സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഒരു അന്നത്തെ കാലത്ത് എനിക്ക് തോന്നുന്നു വീടുകളൊക്കെ തോന്നുന്നു ഇവിടെ താമസിച്ചിരുന്ന ആൾക്കാർ. ഇവിടെ മരവീട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും, അറിയില്ല. അതിൻ്റെ മേലെ ഒരു പാറ നിൽക്കണുണ്ടോ, പുഴയെന്ന് പറഞ്ഞിട്ട് വീല്ല. അതാണ് അതിൻ്റെ പവർ. അവിടെ പാറ നിൽക്കുന്നത്. ഈ ഒരു വ്യൂ ഉണ്ടോ, ഇത് വേറെ തന്നെ ഒരു വ്യൂ കേട്ടോ. ചെറിയൊരു ഡാമുമായിരിക്കും സെറ്റപ്പ് ഉണ്ട്. ഇത് തോട് ഒഴുകുന്നുണ്ട് ഇതിലൂടെ. ആ ഒരു മലൻ്റെ നേരത്തെ നമ്മൾ കണ്ട വാച്ചറ അത് അവിടെയാണ്. ഇതാണ് ഒരു വേറെ ഏരിയ. ഇവിടെ ഒരു പാറ നിൽക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെ നിന്നൊക്കെ പാറ പൊട്ടിച്ച് കൊണ്ടുപോയിട്ടാണ്
ഇവിടെ ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി ഞാൻ തോന്നുന്നുണ്ട്. കാരണം ഇവിടെ കുറേ പൊട്ടിച്ച സംഭവങ്ങളൊക്കെ കാണുന്നുണ്ട്. പാറ പൊട്ടിച്ചതിൻ്റെ അടയാളങ്ങൾ കാണുന്നുണ്ട്. ഇവിടെ ഉണ്ട് അതേമാതിരി കുറേ. പക്ഷേ അതിൻ്റെ അടിയിലൂടെ നെൽപ്പാടങ്ങളുണ്ട്. ഈ സൈഡിൽ നല്ല അടിപൊളി വാഴത്തോട്ടമുണ്ട്, കൃഷി നടക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു സംഭവം ഇതുണ്ട്, പാറ ഇങ്ങനെ പൊട്ടിച്ച പോലെ സംഭവം. നമ്മൾ ഇവിടുന്ന് പോകുന്ന ഈ ഒരു ഏരിയ എത്തിട്ടോ. പൊട്ട വെയിലാണ്, പെരും വെയിലത്താണ് നമ്മൾ പോകുന്നത്. യാത്രയോടുള്ള ഇഷ്ടം കൊണ്ട് മാത്രമാണ് ഇങ്ങനെ സഞ്ചരിക്കുന്നത് കേട്ടോ. ഓക്കെ, ഹംപിയിലെ ഹമ്പ്. ഇത് കണ്ട, ഇത് വേറൊരു മല. ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഇവിടുന്ന് കാണാം വേറൊരു മല. ഇവിടെ ഒരു പാറ കണ്ട. ഇതൊക്കെ എങ്ങനെ പഠിച്ചാണ് ഇവിടെ നിൽക്കുന്നത് ഒരു ഐഡിയ ഇല്ലല്ലോ. പക്ഷെ സംഭവമാണ് എന്തായാലും. നാച്ചുറാണോ അതോ പണ്ടത്തെ ആൾക്കാർ വെച്ചതാണോ ഒന്നും അറിയില്ല. പക്ഷെ വേറെ ലെവൽ. അവിടെ ആ വാഴത്തോട്ടത്തിൻ്റെ ഉള്ളിൽ കണ്ട ഒരു സംഭവം. വാഴത്തോട്ടത്തിൻ്റെ ഉള്ളിൽ ഒരു വീടുണ്ട, അതും കാണാം അവിടെ. കഴിച്ചപ്പോൾ ഒരു പേരൊക്കെ പാർസൽ വാങ്ങിയത്. അപ്പോൾ അയാൾ നമുക്ക് പാർസലാക്കി തന്ന കവറുണ്ടോ, ഒരു വെച്ചതിൻ്റെ പാത്രത്തിലൊക്കെ കയറിയിട്ട്. അപ്പോൾ ഞാൻ നോക്കിയത് എന്ത് കവറാണുള്ളത്. അപ്പം മറ്റേ അടക്കൻ്റെ എന്തിൻ്റെ ഒരു ബെറ്റൽ നട്ട്സ് എന്നാണ് ഇതില്ല, അതിൻ്റെ ഒരു പീസിൻ്റെ കവറാണ് അതിൽ തന്നെ. ഓക്കെ, ഇവിടെ ഒരു വാഴത്തോട്ടം കാണാം. ഈ വാഴത്തോട്ടത്തിലേക്ക് വെള്ളം കൊണ്ടുവരാനുള്ള സെറ്റപ്പാണിത്. അതും നമ്മളെ ഇത് എനിക്കൊണ്ട് പുതിയ ഒരു നിർമ്മിതിയാണിത്, പുതിയ ഉണ്ടാക്കിയ സംശയമുണ്ട്. പക്ഷേ ഇത് ഇൻസ്പയർ ആയത് ഹംപിയിലെ കൺസ്ട്രക്ഷൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവർ ഈ സംഭവമൊക്കെ ഉണ്ടാക്കിയിട്ട് പിന്നെ അത് നേരെ അതിലേക്ക് പമ്പ് ചെയ്ത് ഇവിടുന്ന് ഒരു സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ഇത് കണ്ട പാറ കഷ്ണങ്ങൾ. അപ്പോൾ നിങ്ങളാരെങ്കിലും ഹംപിയിലേക്ക് വരാനുള്ള പ്ലാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ധൈര്യമായിട്ട് വരാം. സൈക്കിള്, ഒരു ദിവസത്തെ സൈക്കിള് എടുത്താൽ മതി. റെൻറ്റിന് 200 രൂപയാണ് ഒരു ദിവസത്തിന് അവർ പറയുന്നത്. വൈകുന്നേരം 6 മണിക്ക് മുമ്പ് തിരിച്ചേൽപ്പിക്കുക. 6 മണി മുതൽ 6 മണി വരെയാണ് സമയം. 200 രൂപയ്ക്ക് നമുക്ക് ഒരു ദിവസം കൊണ്ട് നമുക്ക് അത്യാവശ്യം ഏരിയകളൊക്കെ ഹംപിയിൽ കാണാൻ പറ്റും. ഫുള്ളായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും ഞാൻ പറഞ്ഞില്ല. പക്ഷേ നമ്മൾ ബഡ്ജറ്റ് ട്രാവലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഹംപിയിൽ എക്സ്പ്ലോർ ചെയ്യാം ഈ സംഭവങ്ങൾ. ഇനി ഇതിൽ തന്നെ പിന്നെ നിങ്ങൾക്ക് ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വരാൻ പറ്റും. അങ്ങനത്തെ സംഭവമൊക്കെ ഉണ്ട്. ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ സൈക്കിൾ എടുത്ത് സർക്കിൾ നാടിനെ അയക്കുന്ന ആൾക്കാർ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്ന് നിങ്ങൾക്ക് ഹംപി എക്സ്പ്ലോർ ചെയ്യുന്ന സൈക്കിൾ എടുത്ത് ഒരു വൈബ് വേണം, ഒരു മൂഡ് വേണം. എന്നാലും പിന്നെ നല്ല രസമാണ്. ബഡ്ജറ്റായിട്ട് ചെയ്യാം. വളരെ കുറഞ്ഞ ചിലവിൽ എങ്ങനെ ട്രാവൽ ചെയ്യാമെന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് കേട്ടോ. ഹംപിയിൽ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നുള്ളൊരു സംഭവം. ഓക്കെ, പോലീസുകാരുണ്ട് കേട്ടോ ഇവിടെ ചുറ്റും. എപ്പോഴും പോലീസുകാരിങ്ങനെ റൗണ്ടിട്ട് കൊണ്ടുവരും. പക്ഷേ അവരൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ, അല്ലാതെ നമ്മളെന്ത് ചെയ്യണ്ടോ നോക്കാനല്ല. ഒരു 100% നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ട. എന്ത് സംശയം ഉണ്ടെങ്കിൽ അവർ ചോദിച്ചാൽ അവർ സ്പോട്ടിൽ നമുക്ക് അതിൻ്റെ പേരിൻ്റെ ആൻസർ തരും. നമ്മൾ വന്നൊരു കോട്ടൻ്റെ മുമ്പിലെത്തിയിട്ട് ഇത് കണ്ടോ, പക്ക ഒരു വീടിട്ടാണ്, ഒരു വീട് സെറ്റപ്പാണിത്. ഇങ്ങനെ ഒരു വീട് തന്നെ തോന്നുന്നു. വീടാണെങ്കിൽ വേറെ എന്തെങ്കിലും കട എന്താണെന്ന് അറിയില്ല. കാരണം ഇതൊരു കോട്ടയാണ്. തുടങ്ങുന്നിടത്തുള്ള ഒന്നിക്ക് പാറാകാരൻ്റെ സെറ്റപ്പായിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ വീടാവാൻ ചാൻസ് കുറവല്ലേ, എന്താ അറിയില്ല. ഇതൊരു ഗേറ്റാണ്. എൻ്റെ കാലത്ത് ഇങ്ങനൊരു സംഭവം ഉണ്ടാക്കിയത് ഇതൊരു സ്കില്ലിന് എടുത്ത് പറഞ്ഞു പറ്റും. അടിപൊളിയല്ലേ. ഒരിറക്കം കിട്ടി, ഇനി ചൂട്ടണ്ട, കുറേ നേരം ചൂട്ടാകും. സെറ്റ് വേണ്ട. ഇവിടെ ഒരു അമ്പലം പോലെയുള്ള സംഭവമാണ്. ഓടി ഓടി വിജയ് വിറ്റാല ടെമ്പിളിൻ്റെ അടുത്തേക്ക് എത്തി. അതിൻ്റെ ബോർഡ് കണ്ടിട്ടോ. ടൂറിസ്റ്റുകളെ ആകർഷിക്കാനുള്ള കുറേ കടകളും കാര്യങ്ങളൊക്കെ കണ്ടോ. തൊപ്പി, ബാഗ്, ട്രെയിൻ ക്യാച്ചർ, അങ്ങനെ സംഭവങ്ങൾ. ലേഡീസിനെ അട്രാക്ട് ചെയ്യുന്നു. കുറേ കട തുറന്നിട്ടില്ല ഇടന്ന്. കാരണം പിന്നെ ഐ തിങ്ക് സോ ഇതാണ് വിറ്റാല ടെമ്പിളിലേക്കുള്ള പാർക്കിംഗ് എൻട്രൻസ് പോയിന്റ് കേട്ടോ. ടെമ്പിൾക്ക് പോവാനുള്ള വണ്ടിൻ്റെ ക്യൂ ആട്ടോ കാണുന്നത്. കുറേ ആൾക്കാർ കയറാണ്ട്. ഒറ്റ സ്ട്രക്ചറിൽ എല്ലാവരും കൂടി പോകുമെന്നറിയില്ല.
ഇതിലൂടെ പോകണ്ടേ. നാച്ചുറൽ ഹണി. ഇവിടെ കുറേ ഹണി ഉണ്ടാക്കുന്നുണ്ട് സംഭവം, നാച്ചുറലായിട്ടുള്ള സംഭവം. ഇത് വിറ്റാ ടെമ്പിളിൻ്റെ ഉള്ളിലുള്ള സംഭവമാണ്. കരിമ്പ് തോട്ടമാണ് കാണുന്നത്. അവിടെ കുറേ ആൾക്കാർ വിശ്രമിക്കുന്നൊരു സംഭവം. ഇത് പണ്ടും അങ്ങനെ തന്നെ ആരും തോന്നുന്നുണ്ടോ, കാരണം വിശ്രമിക്കാനൊക്കെ നല്ലൊരു ഏരിയ. വിറ്റാ ടെമ്പിളിലേക്ക് പോകുമ്പോൾ നടക്കാമെന്ന് വിചാരിച്ചു, കാരണം അവിടെ കുറേ കുറേ നേരം നിൽക്കണം. അവിടെ കുറേ നടന്ന എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് സീനില്ല. ഓക്കെ, 800 മീറ്റർ ഉള്ളൂ ഇവിടെ നടക്കാൻ. വേണമെന്ന് വെച്ചാൽ നടക്കാൻ മാത്രമേ ഉള്ളൂ സത്യം പറഞ്ഞാൽ. അവിടെ നിന്ന് ഇങ്ങോട്ട് മൊത്തം 1 കിലോമീറ്റർ ഉണ്ടാവും. സി ഇവിടെ കണ്ടൊരു താറമായിരിക്കും സംഭവം. അവിടെ കണ്ടൊരു കോട്ട, അതേപോലെ ആയിരുന്നിരിക്കാം ഇതിവിടെ സംഭവം. പക്ഷേ ഇനി വേറെ ഒന്നും ഇവിടെ കാണുന്നില്ല കേട്ടോ. ഇനി തറപ്പണി തുടങ്ങിയപ്പോൾ നിർത്തി പോയതെന്ന് അറിയില്ല കേട്ടോ, സംഭവം എന്താണെന്ന് അറിയില്ല. പക്ഷേ ഇങ്ങനെ കുറേ സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. അവിടെ ഒരു പാറൊക്കെ ഉണ്ട് മലേൻ്റെ മേലെ. അതെങ്ങനെയാണ് അവിടെ നിൽക്കുന്നത് ആർക്കെങ്കിലും എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുമോ? വാട്ട് ഈസ് ദിസ്? ദിസ് ഈസ് ഹംപി. ഇവിടെ ഒരു കുളിക്കട വേണ്ട, പണ്ടത്തെ ഒരു കുളിക്കടവാണ്. എനിക്കൊന്നത് ക്ഷേത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള കുളിക്കടവായിരിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നിന്നിട്ടാവും ആൾക്കാർ ചിലപ്പോൾ വെള്ളം മുക്കി കൊടുത്തിട്ട് കുളിക്കൽ അങ്ങനെ ആയിരിക്കും ചിലപ്പോൾ ആവാന്ന് വിചാരിക്കുന്നത്. ഇവിടെ മൊത്തം മലയാണ്, അതിൻ്റെ നേരെ താഴത്തൊരു കുളിക്കടവ് വിറ്റാല ടെമ്പിളിലേക്ക് പോകുന്ന വഴിയിൽ. പിന്നെ അവിടെ ഒരു സംഭവം കാണുന്നുണ്ട്, എന്താ അറിയില്ല, അതൊരു തൂണാണ് തോന്നുന്നു അല്ലേ. അവിടെ കുറേ തൂണുകളുണ്ടായിരിക്കും ചിലപ്പോൾ. ഇത് കണ്ടോ, തൂണൊക്കെ പോയി കല്ല് വെച്ചിട്ട് ഒരു കുളിക്കടവ് സെറ്റപ്പാണ്. അവിടെ ഒരു സെറ്റപ്പ് ഉണ്ട്, ഒരു സംഭവമാണ്. അതായത് ഈ കുതിരകളൊക്കെ പുറത്തുനിന്ന് വരുന്ന കുറേ ആൾക്കാരുണ്ടാവുമല്ലോ, നിങ്ങൾ കാണുന്നൊന്നും അറിയില്ല. പുറത്തുനിന്ന് വരുന്ന ആൾക്കാർക്ക് ഇവിടെ കുറേ ട്രേഡേഴ്സൊക്കെ വരുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അവർക്കൊക്കെ അവരെ കുതിരകളൊക്കെ നിർത്താനുള്ളൊരു സംഭവമാണ് ഈ കാണുന്നത്. അല്ലാതെ കുതിരകളെ പോർച്ചാണ് സംഭവം, കുതിരകളെ പാർക്ക് ചെയ്യാനുള്ള സംഭവം. അതാണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്. വേറൊരു സംഭവം ഉണ്ട്, യാലി മിത്തിക്കൽ ക്രിയേച്ചർ എന്ന സംഭവം ഉണ്ട്. അതായത് പിന്നെ ഇവിടെ ക്രിയേറ്റ് ചെയ്ത സംഭവം, സിംഹത്തിൻ്റെയും കടുവൻ്റെ ഒക്കെ രൂപത്തിലുള്ള ഇങ്ങനത്തെ സംഭവങ്ങൾ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് മറ്റുള്ള ആൾക്കാരെ വലിയ പ്രൗഢി കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്ത സംഭവമാണ്. അതായത് മറ്റുള്ള ആൾക്കാർ എന്നിട്ട് ഇവരെ നമ്മളെ കുറ്റം പറയുന്ന സംഭവം കണ്ടല്ലോ. അപ്പോൾ അതൊക്കെ കാണിക്കാൻ വേണ്ടി, അതിനൊക്കെതിരെ ഇവർക്ക് അത്രയും പവർഫുള്ളാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവമാണിത്. ഇവിടെ ആയിപ്പം അതേ നടന്നിരുന്നാണ്ടാ, അവർക്ക് ഒന്നൊരു വിഷയമല്ല, ഈ വെയിലും കാര്യങ്ങളൊന്നും ഒരു വിഷയമല്ല. അതേപോലെ നമ്മളെ സ്വന്തം അണ്ണന്മാരും, എനിക്കും വെയിലൊരു വിഷയമല്ല. ദാറ്റ്സ് പവർ. സൗത്ത് ഇന്ത്യൻസിൻ്റെ പവർ ഇതാണ്, ഐ തിങ്ക് സോ. മലയാളീസ് ആൻഡ് കേരള പോകുന്ന പിള്ളേരെ കൊണ്ട് ഞാനൊരു ഫോട്ടോ ഒക്കെ എടുപ്പിച്ചിട്ടാണ് ചിക്കന്മാർ. ഇവിടുത്തെ ലോക്കൽസ് തന്നെയാണ്, പിന്നെ മഹാരാഷ്ട്രയുള്ളവരുണ്ട്. നമുക്കിതിൻ്റെ ഉള്ളൊന്ന് കണ്ടു നോക്കാം. ഇതിനുള്ളിൽ ഇരിക്കുമ്പോൾ നല്ല തണുത്തൊരു ഫീലായിട്ടുള്ളത്, നല്ലൊരു അടിപൊളി തണുപ്പാണ്. കാരണം എനിക്ക് തോന്നുന്നു ഇവർ ഈ ഫുള്ള് കല്ല് ഉപയോഗിക്കാൻ കാരണം തന്നെ ചൂടിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് സംഭവം. കാരണം നല്ല തണുപ്പുണ്ട് ഇതിൻ്റെ. AC റൂമിലിരിക്കുന്നൊരു ഫീലാണ്. ഇത്രയും വെയിൽ പുറത്ത് നിൽക്കുമ്പോഴും ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കുമ്പം നല്ലൊരു തണുത്ത ഫീലാണ്, അറ്റ്മോസ്ഫിയറാണ്. അത് നല്ല അടിപൊളിയായി. ഇവിടെ അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് തോന്നുന്ന ഫീൽ എന്താ പറയുക, നമ്മൾ ഇത്രയും കാലം കണ്ടതൊന്നുമല്ല ലോകം എന്നത് ആദ്യം എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഇനി ഒരുപാട് കാണാനുണ്ട് എന്നുള്ളതാണ് ഒന്ന് മനസ്സിലാക്കുന്നത്. പിന്നെ നമുക്ക് എന്തെങ്കിലും അഹങ്കാരം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, അഹങ്കാരം, അതായത് ഞാനെന്താ ഭാവം, ഈഗോ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു സ്ഥലത്ത് വന്നിരിക്കുമ്പോൾ നമുക്കതൊക്കെ പോകും. കാരണം നമുക്ക് മുന്നേ ജീവിച്ചിരുന്ന ഒരു തലമുറ ഇവിടെ ഉണ്ടായിരുന്നു, അവർ എന്തെല്ലാം കാര്യങ്ങളാണ് ഇവിടെ ചെയ്ത് കൂട്ടിയിരുന്നതെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കുമ്പോൾ നമ്മളൊന്നും കണ്ടത് ലോകമൊന്നുമില്ല, ലോകമെന്ന് നമുക്ക് മനസ്സിലാവുകയാണ്, ചിന്തിച്ചു പോവുകയാണ് ആ ഒരു സമയത്ത്. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ ഒരു സ്ഥലത്താണ് പുറത്തുനിന്ന് വരുന്ന ആളുകൾ കുതിര കൊടുന്ന് നിർത്തിയിരുന്നത്. എന്നിട്ട് കുതിരകളെ കൊടുന്ന് നിർത്തിയിരുന്ന ഒരു സ്ഥലമായത്. അതായത് ഇവിടെ രാജാവിനെ കാണാൻ വേണ്ടി വരുന്ന ട്രേഡേഴ്സും കാര്യങ്ങളൊക്കെ അവർക്ക് വേണ്ടിയുള്ള സ്ഥലമാണ്. ആ സ്ഥലത്ത് നിന്ന് പിന്നെ ഇതിലൂടെ നേരെ പോയി കഴിഞ്ഞാൽ അമ്പലത്തിലേക്ക് എത്തും. ആ രാജാവിനെ കാണാനുള്ള ഒരു സംഭവമൊക്കെയാണ്, അവിടെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അത്രയും ഒരു അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇരിക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത്. 500 വർഷം പിറകോട്ട് ചിന്തിക്കണം. ഈ ഒരു മരത്തിൽ ഒരുപാട് കിളികളെ കണ്ടിട്ടാ.
ഈ മരം എത്ര 500 വർഷം മുമ്പ് എത്ര വലിപ്പം ഉണ്ടാവും ആലോചിച്ച് നോക്കണം. അതൊക്കെയാണ് നമ്മൾ ഹംപിയിൽ വരുമ്പോൾ ചിന്തിക്കേണ്ട കാര്യം. 500 വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനൊരു നിർമ്മിതി ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു മരം കണ്ടോ, ഈ ഒരു മരം എത്ര വലുപ്പത്തിലായിരിക്കും ഉണ്ടാവുക അന്നത്തെ കാലത്ത്. അന്ന് ഈ മരം ഇവിടെ ഉണ്ടായിരുന്നോ? അതാണ് ഇപ്പം കണ്ടിട്ട് ഏകദേശം നല്ല പ്രായമുണ്ട് ഈ മരത്തിന്, പക്ഷേ അറിയില്ല. ഇതിൻ്റെ ഉള്ളിൽ കണ്ട ഒരുപാട് കുത്തിപ്പണിയും സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ എന്തോ സംഭവം ഉണ്ട്, എന്താ അറിയില്ല. എനിക്ക് തോന്നുന്നു കുതിരക്കൊക്കെ ഉള്ള ഭക്ഷണം കാര്യങ്ങളൊക്കെ ഇടുന്ന സംഭവമായിരിക്കും തോന്നുന്നുണ്ട്. ഒരു സ്മെല്ല് വരുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന്, എന്താ അറിയില്ല. പിന്നെ ഇതിലൊക്കെ ഫുള്ള് തൂണുകളിലൊക്കെ ഒരുപാട് കുത്തുപണി സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. സംഭവം അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. ഇപ്പം നമുക്കിനി ഞാൻ ഇവിടെ കുറച്ച് റെസ്റ്റ് എടുത്ത് ഇനി നമുക്ക് നേരെ അവിടെയാണ് നമ്മളെ വിത്തല ടെമ്പിൾ, അങ്ങോട്ടാണ് ഇനി പോകേണ്ടത് കേട്ടോ. ഓക്കെ, നമുക്ക് അങ്ങോട്ട് പോയേക്കാം. 1/2 മണിക്കൂർ റെസ്റ്റ് എടുത്ത് നമ്മൾ വീണ്ടും വിത്തല ടെമ്പിളിലേക്ക് നടക്കാൻ തുടങ്ങി കേട്ടോ. ഇവിടെ ഉണ്ട് ഇതേപോലെ എന്തോ ഒരു സംഭവം, നമുക്ക് എന്താണ് പോയി നോക്കാം. ഇവിടെ ഈ കല്ലുകൾ കണ്ട, കല്ല് വിരിച്ചിട്ട് നമ്മളിപ്പോൾ നാട്ടിൽ വീടുകളിലൊക്കെ വിരിക്കുമല്ലോ കല്ല്, അതേപോലെ അന്നത്തെ കാലത്ത് പാറ വിരിച്ച സംഭവമാണ്. അതിൻ്റെ പുല്ല് വിളർന്ന കണ്ട നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇവിടെ ഒരു മരമുണ്ട്, നല്ല ഭംഗിയുള്ള. ഇതാണ് പുഷ്കരണി കേട്ടോ. പുഷ്കരണി എന്താ നമുക്ക് നോക്കാം. അതായത് ഫെസ്റ്റിവൽ സമയത്തൊക്കെ ആവശ്യമുള്ള വെള്ളം കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പുഷ്കരണിയാണ്, അതായത് വെള്ള സംഭരണിയാണ് ശരിക്കും. കണ്ടോ, അതിൻ്റെ മേലെ എന്തൊരു സംഭവം ഉണ്ട് കേട്ടോ, ഒരു രൂപം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആൾക്കാർ അതിലൂടെ ഇറങ്ങാൻ വഴി ഇറങ്ങാനില്ല. അതേപോലെ അതിൻ്റെ അടുത്ത് വേറൊരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ അവിടെ ഫോട്ടോമാർക്ക് സംഭവം അവിടെ ഉണ്ട്. പിന്നെ ഇതെന്താണെന്നുള്ളത് കച്ചവടത്തിനുള്ള അങ്ങനത്തെ ഒരു ഏരിയ ആണോ എന്ന് എനിക്കറിയില്ല. കാരണം ഇവിടെ അമ്പലം ഉണ്ടല്ലോ, അമ്പലം ഉണ്ടാകുമ്പോൾ ഇവിടെ കച്ചവടം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നിരിക്കാമെന്ന് കരുതുന്നുണ്ട്. ഇതിൻ്റെ ആ അമ്പലത്തിലേക്ക് പോകുന്നതിൻ്റെ 2 സൈഡിലും ഇതുപോലെ കല്ലുകൾ വെച്ചിട്ടുണ്ട്. ഇതൊന്നിക്കിൽ ഇത് ഡെക്കറേഷനായിട്ട് വെച്ചതാവാം, അല്ലാന്നുണ്ടെങ്കിൽ ഐ തിങ്ക് സോ ചിലപ്പോൾ കച്ചവടം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, കച്ചവടത്തിന് വേണ്ടിയിട്ടുള്ള സംഭവം ചെയ്തു. കാരണം ഇവിടെയൊക്കെ ആൾക്കാർ കുറേ വന്ന് സാധനങ്ങളൊക്കെ മേടിക്കാൻ വന്ന് അമ്പലത്തിലേക്ക് വരുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ, അവർക്ക് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് വരുന്ന രീതിയിലായിരിക്കാം ചിലപ്പോൾ. അല്ലാന്നുണ്ടെങ്കിൽ ഇതൊരു ഡെക്കറേഷനായിട്ട് ചെയ്തതായിരിക്കണം വരുന്നുണ്ട്. അതിൻ്റെ ഉള്ളിലാണ് ഇവിടേക്കുള്ള ടിക്കറ്റിംഗ് കൗണ്ടർ. ഇതെന്താ ഇതൊരു തൂണായിരുന്നു കേട്ടോ, വലിയൊരു തൂണ് വെച്ചാൽ വലിപ്പമായ. ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ എന്താണ് സംഭവം എന്ന് അറിയില്ല. കടകളായിരുന്നിരിക്കാം ചിലപ്പോൾ. നമ്മൾ നേരത്തെ എടുത്ത ടിക്കറ്റ് ഇന്ന് ഇവിടേക്ക് മതി കേട്ടോ. നമ്മുടെ ലോട്ടസ് മഹലിലേക്ക് എടുത്ത ടിക്കറ്റ് തന്നെ ഇവിടെ മതി. എന്തോ ഒരു സംഭവം നടക്കുന്നില്ല കേട്ടോ, ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് എന്തോ സംഭവമാണ് നടക്കുന്നുണ്ട്. ഓ, ഈ അമ്പലത്തിൻ്റെ ഉള്ളിൽ അടിപൊളിയാട്ടാ, വേറെ ലെവൽ. ഓ, ഇതാണ് നമ്മളെ തേടി നടന്ന സാധനം കേട്ടോ. ഐ തിങ്ക് സോ ഇതായിരിക്കാം 50 രൂപൻ്റെ നോട്ടിൽ കാണുന്നൊരു പിക്ചർ ഉണ്ടല്ലോ, അത് ഇതാണെന്ന് തോന്നുന്നു കേട്ടോ. ഇത് തന്നെയാണ് സംഭവം. ഓ, ഇറ്റ്സ് അമേസിങ്. കണ്ടോ, ഇത് കണ്ടോ, നമ്മൾ 50 രൂപേൻ്റെ നോട്ടിൻ്റെ പിറകിലുള്ള ഒരു സംഭവം നമ്മൾ നേരിട്ട് കാണാൻ ലൈവായിട്ട്. ഇതാണ് സംഭവം. ഈ പിക്ചറാണ് നമ്മൾ 50 രൂപേൻ്റെ ഇതിലേക്ക് വെച്ചിട്ടുള്ളത്, ഈ രഥം. സംഭവം ഇത് കാണാൻ വേണ്ടി കുറേ ആൾക്കാർ ഇവിടേക്ക് വരാം. ഇത് ഇവിടുത്തെ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സംഭവമാണ്, സ്ഥലമാണ് ഇത് വിറ്റാല ടെമ്പിൾ. ഓക്കെ, ഇതാണ് ആ സാധനത്തിൻ്റെ രഥത്തിൻ്റെ ഒരു ഫ്രണ്ട് വ്യൂ. ഇതാണ് ഈ രഥം അങ്ങനെ വരുമ്പം ഇതിൻ്റെ ഒരു മുൻഭാഗമാണ് നമുക്ക് കാണാം. ഇതാണ് അമ്പലത്തിൻ്റെ. ഇതിൻ്റെ ഉള്ളിൽ എന്ത് വർക്കിംഗ് പ്രോഗ്രസ് നടക്കാമെന്ന് പറയുന്നത് കേട്ടോ. എൻ്റെ ഒരു മണ്ഡപമാണ്. നോക്കി ഇതിൻ്റെയൊക്കെ ഷേപ്പ്, നിർമ്മിതികൾ വേറെ ലെവലിട്ടോ, ഒന്നും പറയാനില്ല. ഇത് കണ്ടോ, ഉള്ളിൽ കയറാൻ പാടില്ല എഴുതിയിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു നിർമ്മിതികളെ ഈ ഒരു സ്ട്രക്ചറൊക്കെ ഉണ്ടോ, ഏതാ മോനെ സാധനം.
ഇതുണ്ട് ഷേപ്പ് എല്ലാം ഒരേപോലെ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഒരു ആർക്കിടെക്ചർ സംഭവം തന്നെ ഉണ്ട് അതൊക്കെ. ഇത് കണ്ടോ വേറെയും കുറേ കെട്ടിടങ്ങളൊക്കെ ഉണ്ട്. ഒരു ടെമ്പിളിൻ്റെ ഭാഗമായിട്ടുള്ള ഓരോ സംഭവങ്ങളാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കുറേ സംഭവങ്ങളുണ്ട്. ഫുള്ള് കല്ല് തീർത്ത സംഭവങ്ങൾ. നിലത്ത് ഫുള്ള് ഇതേമാതിരി കല്ലിട്ടിട്ടാണ്. ഇത് പൊതുവെ എല്ലാ സ്ഥലത്തും ഇവിടെ അങ്ങനെ തന്നെയാണ്. നിലം ഫുള്ള് കല്ലിട്ടിട്ട് സെറ്റപ്പ് ആക്കിയിട്ടാണ്. ഇതിൻ്റെ ചുറ്റും അമ്പലത്തിൻ്റെ പിറക് ബാക്ക് സൈഡാണിത്. അവിടെ ഒരു പ്രൊട്ടക്ഷനായിട്ടുള്ളൊരു വാളുണ്ട്. പിന്നെ അങ്ങ് ദൂരെ നമുക്ക് കാണാൻ പറ്റിയൊരു മല, ഒരു വാച്ച് ടവർ പോലത്തെ സെറ്റപ്പുള്ളൊരു മല. ഇവിടെ നിന്ന് ആയിരിക്കാം ചിലപ്പോൾ. ഇതൊന്നും എന്താണെന്നുള്ളത് ഇവിടെ ഡിസ്ക്രൈബ് ചെയ്ത് വെച്ചൊരു ബോർഡൊന്നും കാണില്ല. ഐ തിങ്ക് സോ ഇവിടെ എന്തെങ്കിലും പൂജ കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും നടക്കുന്നതാണോ അതോ ഇവിടെ രാജാക്കന്മാർ താമസിച്ചിരുന്നതെന്നൊന്നും അറിയില്ല കേട്ടോ. ഇവിടെയൊക്കെ ഇതേമാതിരി കുറേ ചിലപ്പം രാജാക്കന്മാരും മന്ത്രിമാരൊക്കെ ഇരുന്നിരുന്ന സ്ഥലമായിരിക്കാം ചിലപ്പോൾ. അത് എന്താണെന്നുള്ളത് അറിയില്ല. ഈ ഒരു മരം കണ്ടോ, നല്ല രസമല്ലേ കാണാൻ. ഈ മരം കാണാൻ നല്ല ഭംഗിയുണ്ട്. ഈ ഒരു കൊട്ടാരത്തിന് മാച്ചാണ്. ചിലപ്പോൾ ഇതൊക്കെ അന്നത്തെ കാലത്ത് ചെറിയൊരു മരമായിരിക്കാം ചിലപ്പോൾ, അറിയില്ല എന്താണെന്നുള്ളത്. പക്ഷേ ഇതിവിടെ എനിക്ക് തോന്നുന്നത് ഇവിടെ ചെറിയ മരമായിരുന്നു, പക്ഷെ അത് വലുതായിട്ട് വന്നതാണ്. കാരണം ഇവിടെ കല്ലൊക്കെ കണ്ടോ മേലേക്ക് പൊന്തിയ പോലെ ആയിട്ടുണ്ട് വേര് വന്നിട്ട്. ചിലപ്പോൾ നല്ല പഴക്കമുണ്ടാവും. ഇതിൻ്റെ മരത്തിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും ഇവിടെ ഇല്ല കേട്ടോ. ഓക്കെ, ഇതൊക്കെ കണ്ടോ അമ്പലത്തിന് ചുറ്റും മലകളാണ്. വാച്ച് ടവർ അതിൻ്റെ മേലൊക്കെ ഭടന്മാരുണ്ടാവും. പിന്നെ ഇവിടെ ഇതിൻ്റെ ഉള്ളിലാണ് ഇതിൻ്റെ ഉള്ളിലാണ് സംഭവം മറ്റേ എന്തോ ഉള്ളത് തോന്നുന്നു. പക്ഷെ അത് ഇപ്പോൾ ഇവിടെ ഇല്ല. ചെന്നൈയിൽ അവിടെ ഇവിടെ നിന്നൊക്കെയാണ് പറഞ്ഞു കേട്ടത്. ഞാൻ കറക്റ്റ് എനിക്ക് അറിയില്ല കേട്ടോ. ചെന്നൈ മ്യൂസിയത്തിലേക്ക് ഇവിടുത്തെ പ്രതിഷ്ഠ മാറ്റിയിട്ടുണ്ട് അങ്ങനെയൊക്കെ എനിക്ക് പറഞ്ഞു കേട്ടിരുന്നു. ഇതൊക്കെ കണ്ടോ, ഇത് നമ്മൾ നേരത്തെ കണ്ട നമ്മളെ ഒരു രഥം, അതിൻ്റെ സെറ്റപ്പ്. അതിൻ്റെ ഉള്ളിൽ കയറാനുള്ള ഒരു സ്റ്റെപ്പ് മാതിരി സംഭവമുണ്ട്. ആനൻ്റെ തുമ്പിക്കൈയൊക്കെ പോയിട്ടുണ്ട്, പക്ഷെ എന്നാലും സംഭവം അടിപൊളിയാണ്. അതിൻ്റെ ഉള്ളിലേക്കൊന്ന് കയറി നോക്കാം. അതെന്താണ് സംഭവം ഒന്നും ഇവിടെ ഇടിച്ചിട്ടില്ല. കയറി നോക്കാം. ഈ ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള സംഭവമായിരിക്കും ചിലപ്പോൾ. എനിക്ക് തോന്നുന്നു കല്യാണം അങ്ങനെ എന്തെങ്കിലും നടക്കുന്ന ഏരിയയിലേക്ക് ആയിരിക്കാം ചിലപ്പോൾ. ഒരു മണ്ഡപമായിരിക്കൊരു സെറ്റപ്പാണ്. ഇതിൽ ഫുൾ തൂണുകളിൽ ഫുള്ള് കൊത്തുപണി സംഭവങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇത് വേണ്ട ഫുള്ള് എല്ലാ തൂണിലും ഒരേപോലത്തെ കൊത്തുപണികളാണ് വെച്ചിട്ടുള്ളത്. ഇത് കണ്ടോ നല്ല തണുപ്പാണ്. ഇതിന് പുറത്ത് നല്ല ചൂടാണ്, പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നല്ല തണുപ്പ്. ഏസിട്ടുമായിരിക്കുള്ളൊരു അറ്റ്മോസ്ഫിയറാണ് ഇതിനുള്ളിൽ. പിക്ചേഴ്സൊക്കെ ഉണ്ട്, ഡാൻസൊക്കെ കളിക്കുന്നു. തോന്നുന്നു ഇവിടെ ഭരതനാട്യം അങ്ങനത്തെ എന്തെങ്കിലും കളിയും സംഭവങ്ങൾ നടന്നിരുന്ന ഒരു സ്റ്റേജ് ആയിരിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ ഇവിടെ. ഇത്രയും കാഴ്ചകളാണ് ഈ ഒരു അമ്പലത്തിൻ്റെ ഉള്ളിലുള്ളത്. ഈ ഒരു ടെമ്പിളിൻ്റെ ഉള്ളിലാണ് ഇത് ഇപ്പം ഉള്ളത്. ഇവിടെ എന്തൊരു പരിപാടി നടക്കുന്നുണ്ട് സംഭവം. ഇതിൻ്റെ മുമ്പിൽ നിന്ന് കുറേ ആൾക്കാർ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ നേരത്തെ ഫോട്ടോസ് എടുക്കലാണ്. ഇവിടെ ഉണ്ട് ഇതേമാതിരിക്ക് എന്ത് സംഭവം ഉണ്ട്, എന്താണെന്നറിയില്ല. ഇതിൻ്റെ ഭാഗത്ത് ഇതിലൊക്കെ മെയിനായിട്ട് കാണാൻ പറ്റിയ ആനകൾ അങ്ങനത്തെ കുറേ ഒരു കൊത്തുപണി സംഭവങ്ങളൊക്കെയാണ് എല്ലാത്തിലുള്ളത്. കണ്ടോ അമ്പലത്തിൻ്റെ പുറത്തേക്കുള്ള ഗേറ്റ്. അകത്തേക്ക് വരാൻ പുറത്തേക്ക് പോകാൻ ഒരൊറ്റ ഗേറ്റ് തന്നെയാണ് ഉള്ളത്. ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. ഇവിടെ വന്നിട്ട് ടിക്കറ്റ് കാണിച്ചിട്ടാണ് ആൾക്കാർ ഉള്ളിലേക്ക് കയറുന്നത്. നമ്മൾ പിന്നെ ഓൺലൈനാണ് ടിക്കറ്റ് എടുക്കുക. ഇവിടെ ഓൺലൈനിൽ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു QR കോഡ് ഉണ്ട്. ആ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഇതിൻ്റെ ഉള്ളിലേക്ക് ടിക്കറ്റ് എടുക്കാം. പിന്നെ ഇതിൻ്റെ ഹിസ്റ്ററി കാര്യങ്ങൾ കൂടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ 100 പില്ലേഴ്സുള്ള ഒരു മണ്ഡപമാണ് സംഭവം. ഇവിടെ മറ്റേ മ്യൂസിക്കലായിക്കേണ്ട സംഭവങ്ങളൊക്കെ നടക്കുന്നൊരു സംഭവമാണെന്നുള്ളത്. പിന്നെ ഒരു അതായത് മ്യൂസിക്കൽ ഒരു പില്ലേഴ്സ് ഉണ്ടല്ലോ, അതിന് ഓരോ പില്ലേഴ്സും ഓരോ മ്യൂസിക്കൽ നോട്ടാണ്. ശരിക്കും പതിനൊക്കെ പറഞ്ഞിട്ടുള്ള അങ്ങനത്തെ ഒരു സംഭവമാണ് ഇതിലുള്ളത്. ബിൽഡിംഗ് ഇതിൻ്റെ ഹിസ്റ്ററിയാണ്. ഇത് കുറേ സ്ഥലങ്ങളിൽ കാണാൻ പറ്റും. അതായത് കുറേ വീഡിയോസ് നമുക്ക് യൂട്യൂബിൽ കളിച്ചാൽ കാണാം. ഇതിപ്പോൾ നമുക്ക് കാണാം. ഇത്രയും ഒരു വിജയവാഡൻ്റെ ഹമ്പിൻ്റെ വൈഡായിട്ടുള്ളൊരു മാപ്പാണ് ഇതിൽ നമ്മൾ കാണുന്നത്. നമ്മളിപ്പോൾ ഇവിടെയാണുള്ളത് 23. ഓക്കെ, ടെമ്പിൾ. സ്കൂളും സംഭവങ്ങളൊക്കെ നടന്നുകൊണ്ടിടാം. കേട്ടോ എന്തോ പരിപാടി നടക്കാൻ പോകുന്നുണ്ട്.
ഇവിടെ നമ്മൾ ബഗ്ഗിൻ്റെ ക്യൂ നിൽക്കുന്ന സ്ഥലം കേട്ടോ. ടിക്കറ്റ് കൊടുക്കണം 10 രൂപ. ഈ അമ്പലത്തിന് ഇവിടെ മറ്റേ ബഗ്ഗി വരും. ബഗ്ഗിൽ കയറി പോടാ. ഫാസ്റ്റാണ്. കറണ്ടിനാണ് ഈ സാധനം പോകുന്നത്. ഭയങ്കര ഫാസ്റ്റായിട്ട് പോകുന്നത്. 10 രൂപയാണ് ഇതിന് ചാർജ്. വണ്ടിയിലോട്ട് നമ്മൾ വന്നത് 10 രൂപ എടുത്തിട്ട് ബഗ്ഗി. പക്ഷേ ഇതിൻ്റെ ബാക്കിൽ കയറാൻ പാടില്ല. ബാക്കിൽ ഇരുന്നവർ മെല്ലെ ഭയങ്കര ഫാസ്റ്റായിട്ട് പോകുന്നത്. ഇത് ഇലക്ട്രിക്കിനാണ് സംഭവം, പക്ഷെ ഭയങ്കര ഫാസ്റ്റായിട്ട് അവർ ഓടിക്കുന്നത്. അപ്പോൾ നമ്മൾ സൈക്കിൾ പെടുത്താനുണ്ട്. നമ്മൾ വിറ്റാൽ ടെമ്പിൾ കണ്ടു. നമ്മൾ തിരിച്ചു പോകണം. ഇവിടെ അതൊക്കെ VIP ഒക്കെ വരുന്നുണ്ട്. കുറേ പോലീസുകാർ ഇങ്ങനെ നടക്കുന്നുണ്ട്. ഡോഗ് സ്ക്വാഡും പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ബൈ ബൈ വിറ്റാൽ ടെമ്പിൾ. താങ്ക് യു. ഇവിടെ എന്തോ ഒരു സംഭവം VIP വരുന്നുണ്ട് കേട്ടോ. അതാണ് ഇവിടെ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതാണ് അതൊരു VIP വരുന്നുണ്ട് സംഭവം. അതുകൊണ്ട് ഇവിടെ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. അങ്ങനെയാണ് കാര്യങ്ങൾ. നമുക്ക് സൈക്കിൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നടന്നിട്ട് തന്നെ ഇവിടെ നിന്നൊരു 3 കിലോമീറ്റർ നടന്നു കഴിഞ്ഞാൽ വിരുപക്ഷ ടെമ്പിളിൻ്റെ അങ്ങോട്ട് പോവാം. അല്ലാതെ എന്നുണ്ടെങ്കിൽ നമുക്ക് 12 കിലോമീറ്റർ പോകാണ്ടെന്ന് പറഞ്ഞത്. റോഡിന് ചുറ്റി പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ടെമ്പിൾ വിറ്റാല ടെമ്പിളിൻ്റെ അപ്പുറത്ത് നടന്നിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് അങ്ങോട്ട് എത്താൻ പറ്റും. അതാണ് ഒരു വഴി. നേരത്തെ നടന്ന് വഴിയാട്ടോ. നടന്നു പോയ വഴിയാണ്. വെയിലും കൊണ്ട് ഇത് നമുക്ക് ആദ്യം അറിയില്ലായിരുന്നു. ആദ്യം ചോദിച്ചായിരുന്നെങ്കിൽ അവർ പുറത്ത് ചോദിച്ചു. അപ്പോൾ അവർ സൈക്കിൾ അലൗഡ് അല്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞു വിരുപക്ഷ ടെമ്പിളിൻ്റെ അങ്ങോട്ട് പോകാനാണെങ്കിൽ ഓക്കെയാണ്. അപ്പോൾ ഈ വിറ്റാല ടെമ്പിൾ കണ്ടിട്ട് എവിടെ നിന്ന് പോകാൻ പറ്റും ശരിക്കും. അപ്പോൾ നിങ്ങളൊക്കെ വരുമ്പം സൈക്കിൾ എടുത്ത് വരുന്നവർക്ക് നടന്നു വരുന്നവർക്കൊക്കെ ഇങ്ങനൊരു വഴി ഉണ്ടെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. ഓക്കെ. ഇവർ പറഞ്ഞതെന്താ വെച്ചാൽ ഇവിടുന്ന് പോകുമ്പം മറ്റേ ആ അമ്പലത്തിൻ്റെ അവിടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്തോ ഒരു വെള്ളക്കെട്ടും ഇതൊക്കെ ഉണ്ട്. അതായത് സ്റ്റെപ്പും ഒക്കെ ഉണ്ട്. അപ്പോൾ സ്റ്റെപ്പിൻ്റെ അവിടെ നിന്ന് സൈക്കിൾ എടുത്ത് കുറച്ച് നടക്കേണ്ടി വരും. നടന്നു കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് എത്താം. നമുക്ക് പോയി നോക്കാം. എന്തായാലും 3 കിലോമീറ്റർ എളുപ്പം എത്തുന്നതാണല്ലോ. 12 കിലോമീറ്റർ പോകുന്നതായിട്ട് നിന്ന് എളുപ്പം 3 കിലോമീറ്റർ സൈക്കിൾ കുറച്ച് എടുക്കേണ്ട. എന്തായാലും നമുക്ക് പ്രശ്നമില്ല തോന്നുന്നു. എന്തായാലും ഇങ്ങോട്ട് തന്നെ തിരിച്ച് പെട്ടെന്ന് വരേണ്ടിരുന്ന് ആലോചിച്ചില്ല കേട്ടോ. കാരണം നമുക്ക് പോകാനുള്ള എളുപ്പമായി ഇതാണല്ലോ. എന്തായാലും അടിപൊളിയായ സംഭവം. ഒന്നുകൂടി കാണാൻ പറ്റിയ സ്ഥലം. സെറ്റ്. ഇവിടെ നിന്ന് ഒരു 2 വഴി വരുന്നുണ്ട് കേട്ടോ. നേരെ പോയപ്പോൾ ചില ടെമ്പിളിൻ്റെ അവിടെ നിന്ന് നമ്മൾ കഴിഞ്ഞു പോകും. അങ്ങോട്ട് വന്നപ്പോൾ അവിടെ നിന്ന് 2 വഴി കാണുന്നില്ല. അങ്ങോട്ടാണ് നോക്കട്ടെ. അപ്പോൾ നമുക്ക് ഗൂഗിൾ മാപ്പ് കാണിക്കുന്ന വഴി ഇതിലൂടെയാണ്. വിരുപക്ഷ സ്ലൈറ്റ് ലെഫ്റ്റ്. അപ്പോൾ ഇതിലൂടെ നമുക്ക് പോയേക്കാം. സംഭവം എന്താ വെച്ചാൽ രാജാവിന് മറ്റേ എന്താ തുലാഭാരം പോലെ അങ്ങനെ എന്തോ സംഭവങ്ങൾ നടത്താനുള്ളൊരു സെറ്റപ്പായിരുന്നിട്ടത്. ഈ ഒരു സംഭവമാണ്. ബാക്കിൽ എന്തൊക്കെ സംഭവങ്ങളുണ്ട് നമുക്ക് പോയി നോക്കാം. അവിടെ ഒരു ബോർഡ് കാണുന്നുണ്ട് വിരുപക്ഷ ടെമ്പിൾ എന്നുള്ള.